ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ടൊമാറ്റോ കെച്ചപ്പ് വീട്ടിലൊന്ന് തയ്യാറാക്കിയാലോ? അപ്പോൾ വരൂ, വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായി പഴുത്ത തക്കാളി 1/2 കിലോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഒരു പാനിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 കറി മസാലപ്പട്ട, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വലിയ ഉള്ളിയുടെ ഒരു ചെറിയൊരു പീസ് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എല്ലാവരുടെയും ഒന്ന് ചേർത്ത് ഇളക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ പാകം നോക്കിയിടണം, കൂടുതലാവാനും പാടില്ല. ഇനി മധുരമൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു മീഡിയത്തിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാവരുടെയും ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി വേകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ഇതുപോലെ ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി 5 ടീസ്പൂൺ പഞ്ചസാര. ഞാനിവിടെ 1/2 കിലോ തക്കാളിക്ക് 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി 1/2 കപ്പ് വിനാഗിരി. ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്ത ശേഷം ഈ കറി മസാലപ്പട്ട എടുത്ത് മാറ്റണം. ഇനി ഇത് അരയ്ക്കാൻ പാടില്ല. ഇത് കറി മസാലപ്പട്ട ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമ്പൂ വേണമെങ്കിലും ഇടാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ആറിയ ശേഷം നമുക്ക് ഒരു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. തരിയൊന്നും പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കണം പറയണത്. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു പാനിലിട്ടിട്ട് ഒരു തിള വരുന്നവരെ ഒന്ന് ചൂടാക്കണം. കാരണം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുമ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ ഒരു തിള വരുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ തീയായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഒരു ചെറുതായിട്ട് തിള വരുന്നുണ്ട്. തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് അഥവാ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു കുപ്പിയിലാക്കി എടുത്തു വയ്ക്കാം. ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇനി കടയിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.